എനിക്ക് അച്ഛനെ വെറുത്ത് പോവുക മാഡം എന്ന് കരയുമായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്നാ പ്രശ്നം, എണീറ്റാ പ്രശ്നം, ഞാൻ പാട്ട് പാടിയാ പ്രശ്നം, അമ്മയെ പോലെ അഹങ്കാരിയാവുന്നു, തിരിച്ചു പറഞ്ഞാ പ്രശ്നം. ഒരു മാറ്റവുമില്ല, അന്ന് കേട്ട അതേ കഥകൾ തന്നെയാണ് മാം ഇന്നും കേൾക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സിമിലാരിറ്റി എന്താണ്? കയറിപ്പോകുന്ന വീട്, കെട്ടിച്ചു വിടുന്നത്, ഇതൊന്നും ഇന്നും നിലനിൽക്കുന്നില്ലേ? നീ വന്നു കയറിയ പെണ്ണാണ്, ഇതൊക്കെ അന്നും ഇന്നും ഉണ്ട്. അതായത് മാമിന് വളരെ പുതുമയുള്ളതായിട്ട് തോന്നി. അതായത് ഒരു 10 വർഷം മുമ്പ് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ആരും ഡിവോഴ്സ് ആവുന്നുണ്ടായിരുന്നില്ല. ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അന്ന് അങ്ങനെയല്ല. അതൊക്കെ ഒരു ഭർത്താവിൻ്റെ ഒരു ഗമ പോലെയോ എന്തൊന്നും പൗരുഷമൊക്കെ കാണിക്കണ പോലെ കൺട്രോളിങ് നേച്ചർ, ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റത്തില്ല. ആണുങ്ങളെ ഭയങ്കരമായിട്ടും ഹറാസ് ചെയ്ത ഏതെങ്കിലും കേസ് മാമിന്റെ മുന്നിൽ വന്നു? അതായത് വരാറുണ്ട്. മീര, നിങ്ങൾക്ക് എത്ര ശമ്പളം ഉള്ളത്? ആരാണിത്? ഗേൾ ഫ്രണ്ടാണ്? അല്ലെങ്കിൽ അവളും എന്തിനാ നിങ്ങളെ വിളിച്ചത്? ഈ ഒരു രീതിയിലാണ് ഇവർ മനസ്സിന് സമാധാനമില്ല. മനഃപൂർവ്വം മറ്റൊരാൾക്ക് പെയിൻ കൊടുക്കണം എന്ന് വിചാരിച്ചു ചെയ്യുന്ന എല്ലാം വയലൻസാണ്. മാലിമോണി കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കാൻ നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പതിയെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് മേടിക്കുക, ആലിമോണി മേടിക്കുക, സുഖമായിട്ട് ജീവിക്കുക. ജയൻ രവി എനിക്ക് തോന്നുന്നു മാം പറഞ്ഞല്ലോ വൾനറബിൾ ആയിട്ട് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ആ സെലിബ്രിറ്റി മക്കൾക്ക് ചെയ്യുന്നത് ഔദാര്യമല്ല, കുട്ടികളുടെ അവകാശമാണ്. കുട്ടികളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന് ഒരു കോടതി കാണിക്കണ്ട എന്ന് പറയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞാൽ കോർട്ട് അപ്പം തന്നെ ഓർഡർ ഇടും, കുട്ടികളെ കാണിച്ചു കൊടുക്കുക. ഈയിടയ്ക്ക് വിട്ട 4-5 കേസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കൗൺസിലിംഗ് കഴിപ്പിച്ച് ഒരുമിച്ച് വിട്ടതാണ് ഈ 4 പിള്ളേരെ മുമ്പേ വെച്ച് കഴുത്ത് വെട്ടി ഒരു സ്ത്രീയെ കൊന്നത്. അതും വളരെ മോശം രീതിയിൽ അച്ഛഹാരാസ് ചെയ്തു. ഡിവോഴ്സ് എന്ന് പറയുന്നത് കോടതി മുറിയിലല്ല തീരുന്നത്, വീട്ടിൽ തന്നെ തീരും. ഒരു ഡിവോഴ്സും പെട്ടെന്ന് വരുന്നതല്ല, പതിയെയാണ് സാധനം പൊട്ടിത്തെറിയിലേക്ക് വരുന്നത്. നിയോ പ്രൈമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ദ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ഫാമിലി കോർട്ട് ലോയറായ എല്ലാവർക്കും അറിയുന്ന അഡ്വക്കേറ്റ് ശൈല റാണിയാണ്. താങ്ക് യു. ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് കേസസ് ഇന്ന് കേരളത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന മുഖം ഇതാണ്. എനിക്ക് ആദ്യത്തെ ചോദ്യം തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡാണ് മാം. കേരളത്തിൻ്റെ ഈ ഒരു ഒരു ട്രെൻഡ് അനുസരിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞൊരു 3 മാസത്തിനുള്ളിൽ മാമിനെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്ത ഒരു ഡൊമസ്റ്റിക് വയലൻസ്, അതായത് കേരളത്തിൽ ഇത് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് മാം എന്ന് പറയുന്ന വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് തോന്നിയ ഒരു ഡൊമസ്റ്റിക് വയലൻസ്. എപ്പോഴും എല്ലാത്തിലും പെയിൻ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കേസുകളിലാണെങ്കിലും വളരെ സന്തോഷത്തോടെ കയറി വരുന്നില്ല, നിറഞ്ഞ കണ്ണുകളോടെ മുറിവേറ്റ് ഓടി വരുന്ന കേസുകളാണ്. അപ്പോൾ ഒരെണ്ണം ഇതാണ് മറ്റതാണ് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഏറ്റവും വേദനിപ്പിച്ചതും ഷോക്കിംഗ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസുകളാണ് എനിക്ക് ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എൻ്റെ കേസ് അല്ലെങ്കിൽ പോലും ഇപ്പം നടന്ന 1.5 വയസ്സുള്ള ആ കുഞ്ഞിന് അതിൻ്റെ ആദ്യത്തെ മാരേജിൽ വന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് കോസ് നോക്കുകയാണെങ്കിൽ മാരിറ്റൽ ഇഷ്യൂസ് ആവാം, അത് സെപ്പറേറ്റ് ആയി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, അയാളാണ് ആ കുട്ടീനെ കൊന്നത്. അതെൻ്റെ കേസല്ല, ഞാൻ ചെയ്യുന്നതുമല്ല. ഈവൻ ദോ ഇങ്ങനത്തെ കേസുകളുണ്ടല്ലോ, ആ കേസിന് ശേഷം എനിക്ക് കുറച്ച് ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ബാഡായിട്ടുള്ള എന്ന് വെച്ചാൽ ഓഫീസിലേ എനിക്ക് ഇത് കേട്ട് വരുന്നു, പിന്നെ ന്യൂസും കൂടെ വരുമ്പോഴേക്ക് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കേസുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഒരു പെൺകുട്ടി ഇന്നലെ തന്നെ വന്ന എന്നെ കൊടുത്തിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ വെറുത്ത് പോവുക മാഡം എന്ന് കരയുമായിരുന്നു കേട്ടോ. അവൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 12-13 വയസ്സാവും. അവസരം ഞാൻ കെട്ടിപ്പിടിച്ച് കിസ്സൊക്കെ കൊടുത്തിട്ട് പോയി, ചൈൽഡ് ലൈൻ നമ്പറും കൊടുത്തിട്ട്. എനിക്ക് വെറുത്ത് പോവാൻ, ഞാൻ ഇരുന്നാ പ്രശ്നം, എണീറ്റാ പ്രശ്നം, ഞാൻ പാട്ട് പാടിയാ പ്രശ്നം, നല്ല സിംഗറാണ്, അമ്മയെ പോലെ അഹങ്കാരിയാവുന്നു, തിരിച്ചു പറഞ്ഞാൽ പ്രശ്നം. ഇതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. ഞാനിപ്പോൾ ഒന്നും ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ ക്യാരി ചെയ്യുന്നില്ല. ഞാൻ വൈകുന്നേരം പോയിട്ട് ഇതെല്ലാം ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതാണ് പെട്ടെന്ന് റീസെൻ്റായിട്ട് ഇന്നലെ നടന്നത് കാരണം എനിക്കത് പറയാൻ പറ്റും. ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കേസസ് മാം പെർ ഡേ ഒരു നിരക്കിൽ, ദിനം പ്രതി എന്നുള്ളൊരു നിരക്കിൽ മാം സോൾവ് ചെയ്യാറുണ്ട്. സോ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നൊരു പ്രശ്നം എന്താണ്? അതായത് ഒരു ഓൾഡർ ജനറേഷനിലായാലും ന്യൂവർ ജനറേഷൻ, നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ സോ കോൾഡ് 2K കിഡ്സിൻ്റെ ഇടയിലായാലും ഡിവോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മാറ്റവുമില്ല, അന്ന് കേട്ട അതേ കഥകൾ തന്നെയാണ് മാം ഇന്നും കേൾക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സിമിലാരിറ്റി എന്താണ്? പെണ്ണ്
എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനാണ് അല്ലെങ്കിൽ സെക്കൻഡാണ്. ഇപ്പോൾ എനിക്ക് വരുന്ന കേസുകൾ മീര എല്ലാം കൂടുതലും പഴയ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ അത് അക്സെപ്റ്റ് ചെയ്ത്, ഇപ്പോൾ എൻ്റെ ജനറേഷനാണ് ഒരു അമ്മ ലെവലിൽ വരുന്ന സമയത്ത് നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പെണ്ണാണ് ഓക്കെ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കും അത് പറയുമ്പോഴും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, കയറിപ്പോകുന്ന വീട്, കെട്ടിച്ച് വിടുന്നത്, ഇതൊന്നും ഇന്നും നിലനിൽക്കുന്നില്ലേ? ഡവറി സാധനം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പാണ് മാരേജ് എന്ന് കഴിയാതെ എന്തോ ഒരാൾ ഔദാര്യം പോലെ ഓരോരുത്തർ കുറേ കാശ് വാങ്ങിച്ചിട്ട് ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് നീ വന്നു കയറിയ പെണ്ണാണ്. ഇതൊക്കെ അന്നും ഇന്നും ഉണ്ട്, ഇതിനൊരു മാറ്റവും ഇല്ല. എന്നാൽ ഇപ്പൊ ഈ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ അവർ കൂടുതലായിട്ട് മാമിനോട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണ്? അതായത് മാമിന് വളരെ പുതുമയുള്ളതായിട്ട് തോന്നി. അതായത് ഒരു 10 വർഷം മുമ്പ് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ആരും ഡിവോഴ്സ് ആവുന്നുണ്ടായിരുന്നില്ല. ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന വാക്കുകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും അവരുടെ സ്വാതന്ത്ര്യം പണ്ടത്തിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അന്ന് അങ്ങനെയല്ല. നമുക്ക് എന്താണ് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വാക്കുകൾ എന്നല്ല, ഇറ്റ്സ് നോർമലൈസ് ചെയ്തു പോകും. നമ്മളങ്ങനെ പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മോശം വാക്ക് പറയുകയാണെങ്കിലും ഒരു തെറി വിളിക്കുവാണെങ്കിലും അതൊക്കെ ഒരു ഭർത്താവിൻ്റെ ഒരു ഗമ പോലെയോ എന്തോന്നോ പൗരുഷവും ഒക്കെ കാണിക്കണ പോലെ തോന്നും. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളിൽ ഈ സ്വാതന്ത്ര്യവും ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഇതും കൺട്രോളിങ് നേച്ചർ ഇതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല. പെൺകുട്ടികൾക്കാണോ ആൺകുട്ടികൾക്കാണോ മാം? കൂടുതലായിട്ടും ഉണ്ട്. കൂടുതലും എനിക്ക് മാറ്റങ്ങൾ വരുന്നതും എന്നിലേക്ക് വരുന്നതും പെൺകുട്ടികളായത് കാരണം എനിക്ക് അവരുടെ പ്രശ്നങ്ങളാണ് എനിക്ക് കൂടുതൽ. എനിക്ക് 90% അബോ സ്ത്രീകളാണ് എൻ്റെ മാമിന് ഡിവോഴ്സിന് വേണ്ടി വിളിക്കുന്ന പെൺകുട്ടികളാണ്. ഇത് രണ്ടാ. ഡൊമസ്റ്റിക് വയലൻസും ഡിവോഴ്സും രണ്ടാ. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒഫൻസ്, ക്രൈമാണ്, ഒരു വയലൻസ് ആണ്. പക്ഷെ അത് ഡിവോഴ്സിൽ എത്തണമെന്നൊന്നുമില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോയ്സാണ്. അത് അവർ കറേജസ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ ഇതിൽ ചിലപ്പം ഡിവോഴ്സ് അവർക്ക് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ഭയമില്ലാതെ ജീവിക്കണമല്ലോ. അവിടെയാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. മാം പറഞ്ഞു പണ്ട് കാലങ്ങളിൽ ഈ ഡിസ്റെസ്പെക്റ്റ് വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം വേണം. അതിൻ്റെ പേരിലൊക്കെ ഡിവോഴ്സസ് കേസസ് കൂടുതലായിട്ട് നടക്കാറുണ്ട്. കൂടുതലും നമ്മൾ ഈ ഡിവോഴ്സ് കേസിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ്. നമ്മൾ ഭർത്താവ് സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചു. ഇപ്പം തന്നെ കിരൺ വിസ്മയ കേസ്, അതുപോലെ തന്നെ ഉത്രേനെ വേണ്ടി പാമ്പിനെ വിട്ട് കൊല്ലിക്കുന്നുണ്ടായിരുന്നു, അതും സ്വത്ത് പ്രശ്നത്തിന് വേണ്ടിയിട്ട്. ഇതല്ലാതെ ആണുങ്ങളെ ഭയങ്കരമായിട്ടും ഹറാസ് ചെയ്ത ഏതെങ്കിലും കേസ് മാമിന്റെ മുന്നിൽ വന്നത്? അതായത് വരാറുണ്ട് മീര. ആണുങ്ങളെ ഹരാസ് ചെയ്യണം എനിക്ക് തോന്നുന്നു അവരുടെ കൺട്രോൾ ചെയ്യുന്നത്, ഓവർ പൊസസീവ് ചെയ്യുന്നത്, ഫിനാൻഷ്യലി ലൂട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിങ്ങൾക്ക് എത്ര ശമ്പളം ഉള്ളത്, ഇതെങ്ങോട്ട് പോയി, അല്ലെങ്കിൽ വീട്ടിൽ എന്തിനാ കൊടുക്കണേ, ഈ രീതിയിലുള്ള കൺട്രോളിങ് നേച്ചർ വരുന്നത്. പിന്നെ സംശയം ചെയ്യുന്നത്, മറ്റേ വിളിക്കുന്നത് ആരാണിത്, ഗേൾ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവളും എന്തിനാ നിങ്ങളെ വിളിച്ചത്, ഈ ഒരു രീതിയിലാണ്. ഇവർ മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഇത് പണ്ട് നല്ല ക്രിക്കറ്റും കളിച്ച് നടന്ന ആളെ അഴിക്കും, എന്തിനാ എൻ്റെ കൂടെ ഇരുന്ന എന്താ പ്രശ്നം, അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോകും. പക്ഷെ അത് പെട്ടെന്നൊന്നും ഡിവോഴ്സിലേക്കില്ല. ഒരു ഡിവോഴ്സും പെട്ടെന്ന് വരുന്നതല്ല. ഗ്രാജുവലി പതിയെയാണ് സാധനം പൊട്ടിത്തെറിയിലേക്ക് വരുന്നത്. ഇതൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പുരുഷനുണ്ടാക്കി. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം വേണം, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ശ്വാസം വിടണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് ആണുങ്ങൾ. പിന്നെ ഫാമിലിയിൽ ഒരുമായിട്ട് ഇടപെടാൻ സമ്മതിക്കാതെ ഐസൊലേറ്റ് ചെയ്യും. സഹോദരിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് എന്തിനാ ഇപ്പം അവൾക്ക് അത് മേടിച്ചത്, അല്ലെങ്കിൽ മേടിച്ചതിനേക്കാളും കൂടുതൽ എനിക്ക് എന്തിനാ തരാത്തെ, അങ്ങനത്തെ രീതികൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ആണുങ്ങളിൽ. ഇപ്പം ജയ 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 ഹേ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ബേസിലും ദർശനയും കൂടെ ചെയ്തത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയിരുന്നു. അതിൽ ദർശന ബേസിൽ എന്ന് പറയുന്ന ഭർത്താവിന്റെ ക്യാരക്ടറിനെ അടിച്ച് ഇടിച്ച് റൊട്ടി പരുവാക്കുന്ന ഒരു സീനൊക്കെ തിയേറ്റേഴ്സിൽ വൻ കയ്യടിയായിരുന്നു. അതുപോലെ മാം ഏതെങ്കിലും ഒരു കേസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതായത് ശാരീരികമായിട്ട് പെണ്ണുങ്ങള് ആണുങ്ങൾക്ക് മേളിൽ കയറി അല്ല അടിച്ചിട്ടുണ്ട് തിരിച്ച്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെ ഹെയിലാണെങ്കിൽ അവൾ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്. അതുവരെ അവൾക്ക് അറിയില്ല. അവൾ അത് എങ്ങനെ ചെയ്യണം, അവൾ ആ ഷോക്കിൽ നിന്നിട്ട് പിന്നെ ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യണം എന്ന് വിചാരിച്ചു. കാരണം വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലയെന്ന് അവൾക്ക് മനസ്സിലായി. ഒരിടത്തൊന്നും എക്സ്റ്റേണൽ സപ്പോർട്ട് അവൾക്കില്ല. അപ്പോൾ അവൾക്ക് അവളെ തന്നെ സേവ് ചെയ്യണം, അവളുടെ ബോഡി അവൾക്ക് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവൾ റിയാക്ട് ചെയ്യണം. ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കും എന്ന് പറയും, അടിയടിയും കൊണ്ട് ഇട്ടിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് തിരിച്ച് തല്ലുന്നവരും ഉണ്ട്. അത് പണ്ടായിരുന്നു മാം, ഇപ്പോഴാണ് ഇപ്പൊ പിള്ളേർ തിരിച്ചു കൊടുക്കും പയ്യന്മാർക്ക്.
നല്ല കൊടുക്കും. എന്നിട്ട് വന്നിട്ട് പറയണം, മാഡത്തിന് അറിയോ അവൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്ന പിള്ളേരും ഉണ്ട് തിരിച്ചു വന്നിട്ട്. ചെക്കന്മാർ പറയാറുണ്ട്, ഞാൻ അവൾ ഒന്നും അടിച്ചിട്ട് പോലും ഇല്ല മാഡം എന്ന് പറയാം. ആ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാണ്. ഈ അടിയും പിടിയും ഒന്നും അല്ലല്ലോ കുടുംബജീവിതം. തമാശകളും ചിലപ്പം എന്തെങ്കിലുമൊക്കെ അതിനെയൊന്നും നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. അത് അവർ തന്നെ സോൾവ് ചെയ്യേണ്ട പ്രശ്നം. പക്ഷെ മനഃപൂർവ്വം മറ്റൊരാൾക്ക് പെയിൻ കൊടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാം വയലൻസാണ്. മാം ഇപ്പോൾ ഡൊമസ്റ്റിക് കേസസ് ഡീൽ ചെയ്യാറുണ്ട്, ഒരുപാട് ഡിവോഴ്സ് കേസസുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം എഴുതിയാൽ കേരളത്തിൽ ഡിവോഴ്സ് കിട്ടും എന്ന് മാമിന് ഉറപ്പുള്ള ഒരു കാര്യം എന്താണ്? അതായത് ഈ ഒരു കാര്യം ആ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ കോർട്ട് ഡിവോഴ്സ് വിധിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇപ്പം റിലീജിയസ് ബേസ്ഡ് ആണല്ലോ. ഇപ്പൊ ഹിന്ദു ആണെന്ന് വെച്ചോ, 7 ഗ്രൗണ്ട് ഉണ്ട്. ഈ 7 ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ തന്നെ ഡിവോഴ്സ് അനുവദിക്കും. മിയർ അലിഗേഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യത്തില്ല. പക്ഷെ ഒരിക്കലും അത് യോജിക്കാൻ പറ്റാത്ത ഒരു ബ്രേക്ക് ഡൗൺ ആയ ഒരു മാരേജ് ആണെങ്കിൽ പോലും കോടതി ഡിവോഴ്സ് അനുവദിക്കാറുണ്ട്. അതിന്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ നമ്മൾ എഴുതുന്ന പ്ലീഡിങ്സിനെ ബേസ് ചെയ്തിട്ടില്ല. പക്ഷെ പ്ലീഡിങ്സിൽ ഞാൻ പറഞ്ഞ ഈ ഗ്രൗണ്ട്സ് എല്ലാം അട്രാക്റ്റഡ് ആവണം. ഇപ്പൊ ക്രുവൽറ്റിയാണ്, അവൻ എന്നെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് മാത്രം പറയാതെ എങ്ങനെയാണ് മാനസികമായിട്ട് നമ്മൾ ബാധിക്കപ്പെട്ടത്. ഇപ്പൊ എന്നെ പർപ്പസ്ഫുള്ളി എന്നെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, എന്നെ അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര പെയിൻ തരുന്നുണ്ട്, ആ രീതിയിൽ എൻ്റെ അമ്മേനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ അവളുടെ മൊഴികൾ കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് അതേപോലെ ഫിസിക്കലി ഹാം ചെയ്തിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ്. ഏറ്റവും ഇതിൽ സ്ട്രെങ്ത് ഉള്ള ഒരു പോയിന്റ് ഏതാണ് മാം ഡിവോഴ്സിലേക്ക് വരുമ്പോൾ? സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ഭാഗ്യലക്ഷ്മി ചേച്ചിയായിട്ട് ഒരു ഇന്റർവ്യൂവിന് ഇതുപോലെ ഇരുന്നപ്പോൾ പറഞ്ഞു, അഡ്വക്കേറ്റ് അന്ന് പറഞ്ഞു ഭർത്താവിന് അവിഹിതമുണ്ട് എന്ന് എഴുതി ചേർക്കണം എന്നാൽ ഇത് സ്ട്രോങ്ങർ ആവുള്ളൂ. അപ്പം ചേച്ചി പറഞ്ഞു, അയ്യോ അതൊന്നും എഴുതാൻ പറ്റത്തില്ല, ആള് ഇല്ലാത്ത ഒരാളെ പറ്റി എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിഹിതം എന്ന് പറയുന്നത് ഒട്ടും ഭയങ്കര പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. ക്രൂവൽറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഈ ഫോൺ മെസ്സേജസോ എന്തെങ്കിലും ഒക്കെ ഫോൺ മെസ്സേജസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രൂവൽറ്റിയാണ്. ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിന് അവന് മെസ്സേജസ് എഴുതിയത് അവിഹിതം ആവൂല. അതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് നമുക്കുണ്ടാവുന്ന മാനസിക ബുദ്ധി, ഒരു ഫ്ലേട്ടിംഗ് പോലെ. അവിഹിതം എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് മസ്റ്റായിട്ട് പ്രൂവ് ചെയ്യണം, ആ വ്യക്തിയെ കൂടെ പാർട്ടിയാകണം. അതാണ് അഡൾട്ടറി വരുന്നത്. എന്നാൽ മാത്രമേ അഡൾട്ടറി. ഇപ്പൊ അഡൾട്ടറി ആണ് ഗ്രൗണ്ട് എന്ന് വെച്ചു. അഡൾട്ടറി ആണ് ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വ്യക്തിയുമായിട്ടാണോ അവർക്ക് ഫിസിക്കൽ റിലേഷൻ ഉള്ളത് ആ വ്യക്തിയെ ഇതിനകത്ത് ഓപ്പോസിറ്റ് പാർട്ടിയും ആക്കണം. അതേപോലെ അവർ തമ്മിലുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് പ്രൂവ് ചെയ്യുകയും വേണം. അതേസമയം അവർ പ്രൂവ് ചെയ്യുക, ചിലപ്പോൾ അവർ ഔട്ടിങ് പോയിട്ടുണ്ടാവാം, ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടാവാം, അവിടെ ചാറ്റിംഗ് തന്നെ അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ റിലേഷൻ അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ടോക്ക് ആയിരിക്കാം. അതൊക്കെയാണ് നമ്മൾ കൊടുത്താൽ മാത്രമേ മറ്റേ ആളെ നമുക്ക് ഇതിനകത്തോട്ട് വലിക്കാൻ പറ്റുള്ളൂ, അഡൾട്ടറി ഗ്രൗണ്ട് ആണെങ്കിൽ. മറ്റേന്ന് വെച്ചാൽ ക്രൂവൽറ്റിയാണ്. ഇപ്പം വേറൊരു മറ്റേ ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ വേറൊരു ലേഡിയുമായിട്ടോ അല്ലെങ്കിൽ പുരുഷനുമായിട്ട്, അതെന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൂവൽറ്റി. അതും ഒരു ഗ്രൗണ്ടാണ് ഡിവോഴ്സിന്. അല്ലാതെ അത് കാരണമാകില്ല. അങ്ങനെ ഫ്ലോട്ടിംഗ് മെസ്സേജസ് കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് നമുക്കൊന്നും അവിഹിതം ആ ഗ്രൗണ്ട് വരില്ല. ഞാൻ പറഞ്ഞല്ലോ ഓരോ ഗ്രൗണ്ട്സ് ഉണ്ട്. ഡിവോഴ്സിന് കുറേ ഗ്രൗണ്ട്സ് ഉണ്ട്. ഈ ഗ്രൗണ്ട്സിന് ക്രൂവൽറ്റി, ഡെസേർഷൻ, ഈ പറയുന്ന പോലെ അതേപോലെ സെക്ഷൽ ഡിസീസസ്, അനാവശ്യമായിട്ട് സെക്ഷൽ ഡിനേ ചെയ്യുന്നത്, ലോങ് ടേം, ഇതൊക്കെ ക്രൂവൽറ്റി ആയിട്ട് വരും. അങ്ങനെ പല പല കാരണങ്ങൾ ഇതിനകത്ത് വരും ഡിവോഴ്സിൽ. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ പാർട്ട്ണറിനുണ്ടെങ്കിൽ അതും കാണിക്കാമെന്ന്. അതൊക്കെ ഒരു കോസ് ആണോ മാം ഇപ്പോഴും? ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരേജ് ഇപ്പം കല്യാണം കഴിഞ്ഞു, പക്ഷെ അയാൾ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ തിരിച്ച് ആ ലേഡിക്ക് പറ്റുന്നില്ല. പല രീതിയിലാണ്, ഫിസിക്കലാവാം, ഇമോഷണലാവാം, പല രീതിയിൽ. പക്ഷെ ഒരു മാരേജ് വാലിഡ് ആവണമെങ്കിൽ താലി കെട്ടിയെന്നോ അല്ലെങ്കിൽ ഒപ്പിട്ടെന്നോ പറഞ്ഞത് വാലിഡ് ആവൂല. അവർ തമ്മിൽ കൊഹാബിറ്റേഷൻ നടന്നിട്ടുണ്ടാവണം. അതായത് അവർ തമ്മിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു റൂഫിനുള്ളിൽ ജീവിച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഒരു മാരേജ് വാലിഡ് ആവൂ. അല്ലെങ്കിൽ അത് നൾ ആൻഡ് വോയിഡ് ആക്കുക, അതായത് അസാധുവാക്കുക. ആ മാരേജിന് ഒരിക്കലും ഒരു വാലിഡിറ്റി കിട്ടുന്നില്ല. അതേസമയം അവർ തമ്മിൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരുന്നു, അവർ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഓൺ ദ വേയിൽ എന്തെങ്കിലും റീസൺ കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇൻഫിഡിലിറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് കോടതി കൊടുക്കില്ല. ഇപ്പോൾ പോണ വഴിയിൽ ആക്സിഡൻ്റ് ആയി, അയാൾക്ക് എന്തെങ്കിലും ഒരു അതൊന്നും അല്ല പറയണം. എന്തെങ്കിലും എന്ന് വെച്ചാൽ ഇൻക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസ് വരികയോ, അത് എല്ലാ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അയാൾക്ക് കിട്ടിയതുപോലെ എനിക്ക് വിധി കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആ കോടതി ആ കേസിൽ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് ആ ഫാക്ട്സ് നോക്കി, അതിൻ്റെ തെളിവുകൾ നോക്കി, മറ്റേ ആൾ അഫക്റ്റഡ് പാർട്ടി ആണോ നോക്കി അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് വിധി കൊടുക്കുന്നത്.
ഇന്ന് വരുന്ന കുട്ടികൾ മാമിൻ്റെ അടുത്തേക്ക് കൂടുതൽ മാം പറഞ്ഞു ഒരു മാസം 160 കോൾസ് വരെയൊക്കെ വരാറുണ്ടെന്ന് ഡിവോഴ്സ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലും പെൺകുട്ടികളാണെന്ന് പറഞ്ഞു. ഇവരാദ്യം തന്നെ മാമിനെ ഇപ്പം വിളിക്കുമ്പോൾ ഉള്ള ഒരു കോസ് പറയുന്നത് എന്താണ്? ഹലോ മാം, എനിക്കൊരു ഡിവോഴ്സ് വേണം, ഇതാണ് കാരണമെന്ന് മാം കേട്ടിട്ടുള്ള ഒരു 75% ഓഫ് ദ കോസ് എന്തായിരിക്കും? ഒന്നെന്ന് പറയുന്നത് വരുന്നവരാരും വന്നിട്ടേ അവർക്ക് പെട്ടെന്ന് മാം എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ചാടിക്കയറി വരുന്നതല്ല. ഞാൻ പറഞ്ഞ പോലെ അവർക്ക് തീരുമാനം പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റാതെ മാനസികമായിട്ട് തളർന്ന് മാം എനിക്കൊന്ന് സംസാരിക്കണം, എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പോകുന്നത് വളരെ കഷ്ടപ്പാടില്ല. അപ്പം നമ്മളാരും എന്താ അവരെ കംഫർട്ടാക്കും. ചിലപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആയത്, അതൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിനെ കൗൺസിലിങ്ങിനെ കൊണ്ടുവരാം. പക്ഷെ മെയിനായിട്ട് നമ്മളതൊരു അപകടത്തിലോട്ട് പോകുന്നതെന്ന് പറയുന്നത് ടോർച്ചർ, വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് വരുന്നത് ശാരീരികം മാത്രമല്ല, ഇമോഷണൽ വയലൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പർപ്പസ്ഫുൾ ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് മറ്റേ ആളെ ഇല്ലാണ്ടാക്കുക, അതാണ് ഈ സൂയിസൈഡിലേക്ക് പോകുന്നത്. അവരിങ്ങനെ കണ്ണും കറുപ്പിച്ച് കവള് പൊട്ടി ഇല്ലാണ്ടായി പോകും, കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ആരോട് സംസാരിക്കുക. ഇപ്പം ഈ ഇടയ്ക്ക് മർഡർ നടന്നില്ല, തുഷാർ ശർമ്മ, ഭയങ്കര ഫേമസ് ആണ്. ആ കുട്ടിക്ക് എന്നിട്ട് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾ ആരോടും പറയാൻ പറ്റില്ല. വീട്ടുകാർ ഭയങ്കര ആഘോഷിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് എങ്ങനെ ഞാൻ വീട്ടിൽ പറയും, അനിയത്തിമാരുണ്ട്, അവരുടെ ലൈഫ് എങ്ങനെയാവും, ഇങ്ങനെ ഇവരാകെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതിങ്ങനെ സമയത്ത് നമ്മൾ അവരെ ഇടപെട്ടേ പറ്റുള്ളൂ. പിന്നെയും ഈയിടയ്ക്ക് വിട്ട 4-5 കേസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ കൗൺസിലിംഗ് കഴിപ്പിച്ച് ഒരുമിച്ച് വിട്ടതാണ് ഈ 4 പിള്ളേരെ മുമ്പേ വെച്ച് കഴുത്ത് വെട്ടി ഒരു സ്ത്രീയെ കൊന്നത്. എനിക്ക് തോന്നുന്നു ജൂണിൽ തന്നെ. അപ്പം അതിനെയൊന്നും നമ്മൾ യോജിപ്പിക്കാനൊന്നും നിൽക്കുന്നത് അപകടമാണ്. നമ്മൾ ജീവനല്ലേ വലുത്, സമാധാനമായിട്ട് ജീവിക്കേണ്ടേ, അതിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. അല്ലാതെ ഓടി വന്ന് മാഡം എനിക്ക് ഡിവോഴ്സ് വേണോ എന്ന് പറഞ്ഞ് വരാറില്ല. ഈ ഒരു വാർണിംഗ് സൈൻസ് ആയിട്ട് മാമിന് തോന്നിയിട്ടുള്ള, ഇപ്പോൾ ഒരു പെൺകുട്ടി വന്ന് മാമിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കും, ഒരു ആൺകുട്ടി വന്നിട്ട് സംസാരിക്കുന്നു, വാർണിംഗ് സൈൻസ് കാണുന്നത് മാം കാണുന്നത് തുടക്കം ഏതൊക്കെയായിരിക്കും? ഓരോ മാരേജിനും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഫാമിലിയുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടാവാം. അത് 2 പാർട്ടിയിൽ നിന്ന് അവർക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം കല്യാണം കഴിപ്പിച്ച് പോയി കഴിഞ്ഞാലും ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടപെടുന്ന കാര്യങ്ങളുണ്ട്. നീ എന്താ അത് ചെയ്ത്, അങ്ങനെ എന്താ അങ്ങനെ, അവരെന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓവർ പുരോഗമനവാദം കാണിക്കുന്നതും പ്രശ്നമാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു വാവയൊന്നുമല്ലല്ലോ പിടിച്ച് കെട്ടിക്കുന്നത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എന്തായാലും ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് വിടുക. അല്ലാതെ വന്നിട്ട് നീ അതൊന്നും സമ്മതിച്ചു കൊടുക്കണ്ട, നീ അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ രാവിലെ വന്ന് നിനക്ക് അങ്ങനെ ഇന്നും പറഞ്ഞുകൊണ്ട് ഈ രാവിലെ 24 മണിക്കൂറും ഇവരെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും തെറ്റാണ്. അതേപോലെ ചെക്കൻ്റെ വീട്ടുകാരും രാവിലെ എന്താ എഴുന്നേറ്റ് വരാത്തെ, അവളെന്താ വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്തെ, ഇവിടെയൊന്നും ഇത് പറ്റൂല, ഷോർട്സ് ഒന്നും ഇവിടെ ഇടാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഇവിടെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഒരു സഫക്കേഷൻ വരും, ഒരു ഫ്രസ്ട്രേഷൻ വരും. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഒറ്റ ഡേ കൊണ്ട് നാളെ ഡിവോഴ്സ് വരുന്നില്ല. ഗ്രാജുവലി പോയിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഐ എം നോട്ട് ഡിസേർവിങ് ദിസ് എന്നുള്ളൊരു പോയിന്റ് വരും. ഞാൻ അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതല്ല എൻ്റെ ജീവിതം എന്ന് പറയുമ്പോഴാണ് അത് ശരിക്കും നമ്മളിലേക്ക്. ഡിവോഴ്സ് എന്ന് പറയുന്നത് കോടതി മുറിയിലല്ല തീരുന്നത്, വീട്ടിൽ തന്നെ തീരും. വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോടതി മുറി തീരുന്ന ഒരു പ്രോസസ്സ് അല്ല, അത് വീട്ടിലേ തീർന്നിട്ട് അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് കോർട്ടിൽ നടക്കുന്നത്. ആട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, ഇത്രയും വരുമ്പോഴും മാം ഭയങ്കരമായിട്ടുള്ളൊരു കൗൺസിലിംഗ് പ്രോസസ്സ് മാം കൊടുക്കാറുണ്ട്. കാരണം മാം, ഞാൻ പറയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ല, മോർ കൈൻഡ് ഓഫ് എ ഡോക്ടർ, ഒരു തെറാപ്പിസ്റ്റ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് മാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും മാം ഇപ്പോഴും ഉറങ്ങുമ്പോഴത്തേക്കും മാമിന് ഹോണ്ട് ചെയ്യുന്ന ഒരു മുഖമുണ്ടോ? അതായത് മാം വളരെ സൂതൻ ചെയ്ത് കൺസോൾ ചെയ്ത് അയച്ചിട്ട് മാമിനെ രക്ഷിക്കാൻ പറ്റാതെ ഒരു കടുങ്കൈ ചെയ്ത ഒരു ആത്മഹത്യയുടെ വക്കീൽ, അങ്ങനെ ഏതെങ്കിലും ഒരു മുഖം മാമിനെ ഹോണ്ട് ചെയ്യുന്നുണ്ടോ? കാരണം മാം ഇത്രയും വർഷത്തെ ഒരു എക്സ്പെർട്ടൈസ് ആണ് ഈ ഒരു മേഖലയിൽ. എനിക്ക് അങ്ങനെ ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതറ്റം വരെയും പോയി അവർ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് വരുന്ന നല്ല മെസ്സേജസ് ഉണ്ടല്ലോ പോയി കഴിഞ്ഞതിന് ശേഷം വിഷമിപ്പിച്ച് എനിക്കിങ്ങനെ എന്താ പറയുക, ഞാൻ സ്ട്രെസ്സ് കയറി വൊമിറ്റ് ചെയ്തിട്ട് രാത്രി മൈഗ്രെയിൻ ഒക്കെ പിടിച്ച ഒരു കേസുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കേസാണ്. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു കുട്ടികളെ. അതും വളരെ മോശം രീതിയിൽ അച്ഛൻ ഹരാസ് ചെയ്തു. എന്നാൽ അച്ഛൻ ഫുഡ് കൊടുക്കും എല്ലാം കൂടെ, കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല അതൊരു തരം ഹരാസ്മെൻ്റ് ആണ്. പക്ഷെ അതൊരു ശരിക്കും ക്രൈമാണ്. ഞാനത് എത്ര
പ്രായം ഉണ്ടായിരുന്നു മാം ആ കുട്ടികൾക്ക്? എനിക്ക് തോന്നുന്നു ഇളയ കുട്ടിക്ക് ഒരു 12-13 വയസ്സേ ഉള്ളൂ. മൂത്ത ആൾക്ക് 15. അല്ല, അമ്മ ഇവിടെ ഇല്ല, അമ്മ പുറത്താ. അവിടെയാണ് പ്രശ്നം വന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നാട്ടിൽ വന്ന സമയത്തും മൂത്ത കുട്ടി അത് പറയാതെ അച്ഛനിൽ നിന്ന് മാറിപ്പോയി. രണ്ടാമത്തെ കുട്ടി അമ്മയടുത്ത് പറഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് ഓടി. അപ്പൊ ഇവര് 3 പേരും അങ്ങ് തളർന്നിരിക്കുക. എന്നോട് ഇളയ കുഞ്ഞ് പറയണ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൂത്ത കുഞ്ഞ് അതിലും കരയുന്നു. കാരണം ഇത് അവള് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കാം, ഞാൻ ഇപ്പൊ ചെയ്യുന്നവന് പറഞ്ഞു അമ്മ വേണ്ട മാഡം, അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, അയാളെന്ത്. ഞാൻ ഇങ്ങനെയുള്ളവൻ മരിക്കട്ടെ, ഇത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ കുമ്പസാര രഹസ്യം പോലെ ഇവരെങ്ങാനും ആത്മഹത്യ ചെയ്ത എൻ്റെ ജീവിതത്തിൽ സമാധാനം കിട്ടും. ഞാൻ അപ്പോൾ പോലീസിനെ വിളിക്കുകയോ ഞാൻ മീഡിയയെ അറിയിക്കുകയോ ഒക്കെ ചെയ്ത ഈ പെൺപിള്ളാരും മൊഴി കൊടുക്കണ്ടേ, ഈ പെൺപിള്ളാരും പോകണ്ടേ. അപ്പോൾ ആ സമയത്ത് ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടല്ല നിന്നത്. എന്നിട്ട് പക്ഷെ ഞാൻ അയാളെ വിളിച്ചു, നല്ല വെറൈറ്റി. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പിടിച്ചകത്തിടും, പോലീസിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ മാപ്പും ചോദിച്ചു. പക്ഷെ ഇവരിപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്ത് സെറ്റിൽ ചെയ്യുക 3 പേര്, അമ്മയും മക്കളും ഒക്കെ. ഞാൻ എല്ലാം കൊടുത്ത് ഫുൾ ഗാർഡിയൻ വാർഡും ഒക്കെ ഇട്ട് കുട്ടികളുടെ ഫുൾ കസ്റ്റഡി അമ്മയ്ക്കും കൊടുത്തു. അവർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇത് ചിലപ്പോൾ കേൾക്കുമായിരിക്കും, അത് കഴിഞ്ഞു പോയി നമ്മൾ പറയാൻ പാടില്ല, കോൺഫിഡൻഷ്യൽ. ഞാൻ പറയും മക്കളെ നിങ്ങൾ എന്നും നല്ലതായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും എന്നെ കാണാൻ വരണം എന്ന് പറയാറുണ്ട്. അങ്ങനെ അല്ലാതെ എനിക്ക് വേദനിപ്പിച്ച കേസ് ഇന്നും ഞാൻ ചെയ്തത് ശരിയായാലും എന്നെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് മീര. അതുകൊണ്ട് എനിക്കൊരു എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത്രയും പറയുമ്പോഴും മാം പറഞ്ഞു പെണ്ണുങ്ങൾ ഇത് പറയാനായിട്ട് എവിടെയോ ഒന്ന് മടിക്കുമെന്ന്. കാരണം പോലീസിനെ അറിയിക്കേണ്ട, അയ്യോ ഭർത്താവല്ലേ, കെട്ടിയവനല്ലേ, ഒന്നുമില്ലെങ്കിൽ താലി കെട്ടിയവനല്ലേ, ദൈവം സാക്ഷി നിർത്തി കെട്ടിയതല്ലേ എന്ന് പറയുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ടല്ലേ? പേടിക്കുന്നത് ആരെ? ഈ സമൂഹത്തെ. ഈ സമൂഹം മാറാത്തിടത്തോളം ആൾ കാണണം. എന്താ പറയുക, അമ്മയെ തല്ലിയാൽ 2 പക്ഷം ഒന്ന് പറയണ പോലെ വെറുതെ അവർക്ക് റീച്ച് കിട്ടാൻ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു എന്നോ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് മക്കളെ തിരിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് നേരെ തിരിയും. അപ്പൊ അതും കൂടെ ആ ട്രോമയും കൂടെ അവർ താങ്ങണം. മനസ്സിലായില്ലേ? ഒരു കുഞ്ഞുവിനെ കൊണ്ട് പറയിച്ചു, ആ അച്ഛനെതിരെ പറയിച്ചു, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നേരെ തിരിയും. എന്തിനാണെങ്കിലും 2 വശം ഉള്ളതുപോലെ ആ ഒരു എന്താ പറയുക, ഇനി സോഷ്യൽ മീഡിയ ട്രയൽ പോലെയൊക്കെ എടുത്തിട്ട് ഇപ്പം എന്തെങ്കിലും പോക്സോ ഒക്കെ വരുമ്പോൾ മീഡിയ കവറാവും. അതിൻ്റെ അവിടെ ആ ട്രയലും കൂടെ അവർ ഫേസ് ചെയ്യണോ? താങ്ങാൻ പറ്റില്ല അവരെ കൊണ്ട്. കാരണം ഇപ്പോഴേ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്നു. അതിൽ കൂടെ ബാക്കിയുള്ളവരുടെ സൈബർ അറ്റാക്കും പലയും കൂടെ ഇവരെ കൊണ്ട് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരല്ല അത്. ഭയങ്കര വളരെ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഇപ്പം പല ഈ ജനറേഷനിലെ കുട്ടികൾ ആലിമോണി ഒരു ട്രെൻഡ് ആക്കിയൊക്കെ ഇടയ്ക്ക് പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ആലിമോണി കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കാൻ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് പിന്നെ പതിയെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് മേടിക്കുക, ആലിമോണി മേടിക്കുക, സുഖമായിട്ട് ജീവിക്കുക. എവിടെന്നാ കേട്ടത്? ഇത് ജയം രവിയുടെയും ആരതിയുടെയും ഇഷ്യൂ വന്നപ്പം എല്ലാവരും പറഞ്ഞത് ആരതി അങ്ങനെ ട്രാപ്പ് ചെയ്തു ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാദം സോഷ്യൽ മീഡിയ പറയുന്നുണ്ടായിരുന്നു. കാരണം ജയം രവി എനിക്ക് തോന്നുന്നു അത്രയും നമ്മൾ വളരെ മാം പറഞ്ഞ വൾണറബിൾ ആയിട്ട് നമ്മൾ കണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ശരിക്കും സംഭവിക്കും മീര. എന്താ പറയാ, ഞാനിപ്പം പറയട്ടെ, ഞാനിങ്ങനെ പെണ്ണിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല. ഇത് വളരെ റെയറാണ്, റെയറസ്റ്റ് ഓഫ് ദ റെയറാണ് ഈ പറയുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുക, എതിർഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ന്യായദ്രോഹം, നിനക്ക് എൻ്റെ പൈസ വേണോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കാശ് കോടതി അങ്ങ് ചുമ്മാ അങ്ങ് വിധിക്കത്തില്ല. അവൾക്ക് സ്വന്തമായിട്ട് ഏണിംഗ് ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് നടത്താൻ കൊച്ചുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, ഫുഡ്, ക്ലോത്ത്, അങ്ങനെ എന്തെങ്കിലും അവളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി മോശമാണെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. മറ്റെന്താ പറയുക, മെയിൻ്റനൻസ്, എലിമണി. പിന്നെ വേറെ എന്തെങ്കിലും അതിനകത്തുള്ളൊരു സീരിയസ് ആയിട്ടുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവാം ഇവളുടെ കുറേ ക്യാഷും ഗോൾഡും ഒക്കെ അപ്പുറത്ത് മേടിച്ച് വെച്ചിട്ടുണ്ടാവാം. അത് ഞാൻ തിരിച്ചു ചോദിക്കാം. കല്യാണ സമയത്ത് 10 ലക്ഷം 50 ലക്ഷം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവാം. അതുപോലെ ഇവൻ ചിലപ്പോൾ മറച്ചു വെച്ച് കല്യാണം കഴിച്ചിട്ട് കല്യാണത്തിൻ്റെ വെഡ്ഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ആഡംബരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ചതി പറ്റി. ഇങ്ങനെ പല കാര്യങ്ങളുമാണ്. അല്ലാതെ ഇതൊരു ബിസിനസ്സായിട്ട് പെൺകുട്ടികളെ ചെയ്തതായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. എനിക്കറിയില്ല, അങ്ങനെ ഒരു ഗ്രീഡി മൈൻഡായിട്ടൊന്നും ഒരു പെൺപിള്ളേർ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യത്തുമില്ല മാം. അത് ഈ ജയൻ രവി ആരതിയുടെ ഒരു ഇഷ്യൂ വന്നപ്പം തന്നെ മാം അതെങ്ങനെയാണ്, അതിന് മാമിൻ്റെ ഒരു സ്റ്റാൻഡ് എന്താണ് അതിൽ? ഒന്നെന്ന് പറയുന്നത് ജയൻ രവി അന്ന് പ്രസ് മീറ്റിൽ വന്നത് വളരെ എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു വന്നതാണ്. എനിക്കതിനകത്ത് തോന്നിയത് ആ പുള്ളിക്കാരത്തിയുടെ സൈബർ അറ്റാക്ക് വന്നല്ലേ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വന്ന സൈബർ അറ്റാക്ക് വന്നത്. രണ്ടാമത് അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഡിവോഴ്സ് എനിക്ക് മസ്റ്റാണ്, ഡിവോഴ്സ് കിട്ടാതെ ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ. അപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു പേപ്പറിൽ ഇബവൻ്റെ കോടതി എനിക്ക് ഡിവോഴ്സ് തരണമെന്ന് പറഞ്ഞ് ഓടിപ്പോയാൽ കോടതിയിൽ നിന്ന് കിട്ടത്തില്ല. കോടതിക്കും തോന്നണം വിവാഹബന്ധം വേർപെടുത്താനുള്ള സഫിഷ്യൻറ്റ് ഗ്രൗണ്ട് അതിനുള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ സാധനം കിട്ടത്തില്ല, എനിക്ക് ഡിവോഴ്സ്
ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈഫിന് കൊടുക്കാം. അപ്പോൾ വൈഫ് അത് ഏത് രീതിയിൽ തർക്കിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, കോടതി രണ്ട് സൈഡും കേട്ടിട്ടാണ് തീരുമാനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്താ ഫാക്ട്സ് കോർട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്നും എനിക്കറിയാത്തടത്തോളം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ പ്രസ് മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ അയാളുടെ ഇമോഷൻസിനെ ഒന്നും മോശക്കാക്കുന്നില്ല. രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾ വളരെ നല്ല സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റി മക്കൾക്ക് ചെയ്യുന്നത് ഔദാര്യമല്ല, കുട്ടികളുടെ അവകാശമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഇവരെ പഠിപ്പിക്കുക, അവരെ വളർത്തുക എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. അത് പറയേണ്ട കാര്യമല്ല. ഒന്ന്. രണ്ടെന്ന് പറയുന്നത് അയാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന്. ഒരു കോടതി കാണിക്കേണ്ട എന്ന് പറയില്ല. ഗവൺമെൻറ് കോടതി എന്നെ റെസ്പോണ്ടൻ്റ് എന്ന് വെച്ചാൽ വൈഫ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് കാണിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞാൽ കോർട്ട് അപ്പം തന്നെ ഓർഡർ ഇടും, കുട്ടികളെ കാണിച്ചു കൊടുക്കുക. കുട്ടികളെ മാറ്റി നിർത്താൻ പറ്റില്ല. വീഡിയോ കോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും കൊച്ചുങ്ങളുടെ വെക്കേഷൻ ടൈമിൽ ഇതൊക്കെ കിട്ടുകയുള്ള അവകാശം ഉണ്ടല്ലോ. ഗാർഡിയൻ വാർഡ് ആക്ടിൽ അതിന് പറയുന്നല്ലോ. ചെയ്യാതിരുന്നിട്ട് എൻ്റെ കൊച്ചിനെ കാണിച്ചില്ല എന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലോ സപ്പോർട്ട് ചെയ്യാനുണ്ടല്ലോ. പക്ഷെ അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട് മാം, പുള്ളിക്കായിട്ടൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര മോശമാണ്. അതിന് ഞാൻ യോജിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ JNV കേസിൽ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ അതിനകത്ത് അതും നമുക്ക് പുള്ളിക്കാരത്തി വേട്ടയ്ക്ക്. പക്ഷേ ആ അമ്മയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുടുംബമാകുമ്പോൾ എന്നത് നിന്നത് എന്തിന്, അങ്ങനെ അല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുള്ളതെല്ലാം മറ്റേ ആൾക്ക് എന്നുള്ള ചിന്ത വേറെയാണ്. അവനവൻ കഷ്ടപ്പെട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട് എങ്കിൽ എല്ലാം മറ്റേ ആൾക്കെന്ന് പറയാൻ പറ്റില്ല. അയാളെ കൂടെ സപ്പോർട്ട് ചെയ്യണം, അയാൾക്ക് ഏണിങ് ഇല്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ ഫുൾ ജോയിൻ്റ് അക്കൗണ്ട് വന്നിട്ട് ആ അക്കൗണ്ടിന് എല്ലാ ഫിനാൻഷ്യൽ കൺട്രോൾ വരുന്നത് ഒരു ക്രൂവൽറ്റി തന്നെയാണ്. അതൊന്നൊരിക്കലും നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം മീര ഏൺ ചെയ്യുന്നു, മീര വർക്ക് ചെയ്യുമെങ്കിൽ മീരയ്ക്ക് അത്രമാത്രം നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ ചുമ്മാ പോകുമ്പോൾ പൈസ കിട്ടുന്നില്ല. നമ്മളത് ചെയ്തു വന്നെങ്കിൽ അതിൻ്റെ ഫുൾ എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പാർട്ട്ണറെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല. പക്ഷെ പാർട്ട്ണറിന് അതൊരു റൈറ്റായിട്ട് വന്നിട്ട് നിൻ്റെ കാശ് എത്രയുണ്ട് അതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, നിനക്കത് ഇത് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല.